ഞാനും പങ്കുചേരുകയാണ്. എന്നെപ്പോലെ തന്നെ ഓരോ മലയാളി ഈ വിയോഗത്തിൽ നൊമ്പരപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. നേരിൽ വന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. MD സാറ് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിലേക്ക് ഉണർന്നത്. അത് ഒരുപക്ഷെ അംഗീകരിക്കാൻ മലയാളികൾക്ക് സമയമെടുക്കും. എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ ചെയ്യാൻ എനിക്ക് തുണയായത് MD സാറിൻ്റെ സ്ക്രിപ്റ്റാണ്. ആ മഹാരഥൻ്റെ വിയോഗത്തിൽ എൻ്റെ എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുന്നു. MTയുടെ വിയോഗത്തോടുകൂടി ഒരു യുഗം അവസാനിക്കുകയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, MTയുടെ ഒക്കെ കാലത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. വ്യക്തിപരമായിട്ട് MT സാറായിട്ട് വളരെ അടുപ്പുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ വരാറുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രസ്ഥാനമായിട്ടുള്ള തുഞ്ചൻ പറമ്പിൽ പലതവണ MT സാറോടൊപ്പം പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയ കാലം മുതൽ ഞാൻ PN മേനോൻ്റെ കൂടെ സഹസംവിധായകനായിരുന്നു. ആ കാലം മുതൽ PN മേനോനും MTയും തമ്മിലുള്ള ബന്ധം ഉള്ളതുകൊണ്ടില്ല എന്നുള്ളത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ്. ഇതുപോലുള്ള മഹാപ്രതിഭകൾ അവരുടെ കൂടെയൊക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. എന്തായാലും MTയുടെ വിയോഗത്തിൽ കോഴിക്കോടിനോടൊപ്പം എല്ലാ മലയാളികളോടൊപ്പം ലോകത്തുള്ള എല്ലാ അക്ഷര സ്നേഹികളോടൊപ്പം ആ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. MT മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാകാരൻ മാത്രമല്ല, മലയാളിയുടെ ജീവിതത്തിൽ തന്നെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ടോ എന്ന് സംശയം. അദ്ദേഹം വെറും എഴുത്തുകാരൻ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന കാലത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ, ഉത്കണ്ഠകളൊക്കെ നിരന്തരം സമൂഹത്തോട് പങ്കുവയ്ക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ നിഷ്കളങ്കതയും ആത്മാർത്ഥതയുടെയും ഒക്കെ ഒരു പ്രകടനമല്ല, അതാണത്. അത് MTയുടെ ഒരു ഹൃദയത്തിൻ്റെ ഒരു വിശുദ്ധിയാണ്. MT തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നൽകുന്ന സ്നേഹം, നമ്മുടെ നിഷ്കളങ്കത, നമ്മുടെ സത്യസന്ധത, അതൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഈ സ്നേഹത്തിൻ്റെ നിരാസമാണ്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ നിഷേധമാണ് ഏറ്റവും അധികം MTയെ വേദനിപ്പിച്ചിരുന്നൊരു ഘടകം. അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഇപ്പോൾ സേതു പറയുന്നൊരു വാചകമുണ്ട്, സേതുവിന് ഒരാളോട് മാത്രമേ ഇഷ്ടമുള്ളൂ, അത് സേതുവിനോട് മാത്രമാണ് എന്ന് പറയുന്ന, അത് ആധുനിക മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. നമ്മുടെ സഹജീവികളോട്, സമൂഹത്തോടൊന്നും ഒരു പ്രതിബദ്ധതയില്ലാതെ ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ MT ഒരു വല്ലാത്ത ഒരു നിരാശ MTക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ആത്യന്തികമായി സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം. സ്നേഹത്തിൻ്റെ ഒരു മഹാവിജയം അതുണ്ടാകും എന്ന് തന്നെയുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൂടി MT പങ്കുവച്ചിരുന്നു. ഈ ആർത്തലച്ചു വരുന്ന മഹാസമുദ്രങ്ങൾ, എനിക്ക് അജ്ഞാതമായ ആ സമുദ്രങ്ങളല്ല, എനിക്ക് ഏറ്റവും അടുത്തറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട നിളയാണ് എനിക്കേറ്റവും ഇഷ്ടം, അതാണ് ഏറ്റവും വിശുദ്ധം എന്നൊക്കെ പറയുന്ന MTയുടെ അതൊരു വലിയ ഗൃഹാതുരത്വത്തിൻ്റെ ഒരു, ഈ തകർന്നുപോയ നാലുകെട്ടുകളുടെയൊക്കെ കഥകൾ പറഞ്ഞിട്ട് നമ്മുടെ ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പുകളെ, നന്മയുടെ അവശേഷിപ്പുകളെയൊക്കെ മലയാളിയെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന, അതിലൊക്കെ വല്ലാതൊരു അത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് പറയേണ്ടത്, അത്രയും ഒരു ഹൃദയത്തിൻ്റെ വിശുദ്ധിയും ഒക്കെയുള്ള ഒരു പക്ഷേ അദ്ദേഹം കേരളത്തിലായിരുന്നില്ല, അല്ലെങ്കിൽ മലയാളത്തിലായിരുന്നില്ല അദ്ദേഹം രചനകൾ നിർവഹിച്ചിരുന്നു എങ്കിൽ, ഏതെങ്കിലും വിദേശ ഭാഷയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകളെങ്കിൽ അദ്ദേഹം തീർച്ചയായും ഈ നോബൽ പ്രൈസ് അല്ലെങ്കിൽ അതിനപ്പുറം ഒക്കെ കിട്ടേണ്ട ഒരു മഹാ വ്യക്തിത്വമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിലൊക്കെയുള്ള ചില കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെയുള്ള സങ്കല്പമുണ്ട്. ഇപ്പോൾ ഒരു ചതിയൻ ചന്തു എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരാളെ, ആ ചതിയനല്ല, അയാളുടെ ഉള്ളിലൊരു നന്മയുണ്ട് എന്ന് നമ്മൾ മറ്റൊരു ആംഗിളിൽ അതിനെ കാണാൻ പ്രേരിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഭീമൻ്റെ മറ്റൊരു മുഖം, ഇതൊക്കെ അദ്ദേഹത്തിന് മാത്രം കഴിയുന്നൊരു മഹാപ്രതിഭയാണ്. അദ്ദേഹം കേവലം ചലച്ചിത്രകാരനല്ല, എഴുത്തുകാരൻ മാത്രമല്ല, അദ്ദേഹം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് സിനിമാ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ പത്രാധിപരാണ് അദ്ദേഹം. എല്ലാ അർത്ഥത്തിലും മലയാളിക്ക് ഇത് നമ്മൾ ഈ ആലങ്കാരികമായിട്ട് പറയുന്ന ഒരു തീർത്താൽ തീരാത്ത നഷ്ടം എന്നൊന്നും പറഞ്ഞാൽ അത് വാക്കുകൾക്ക് പോലും അർത്ഥം നഷ്ടപ്പെടുന്ന ഒന്നാണ്. ആ വിയോഗം അത്രയേറെ നമ്മളെ. ശരി.
രണ്ട് അക്ഷരം കൊണ്ട് മാത്രം മലയാളികൾ ആദരവോടെ വിശേഷിപ്പിക്കുന്ന അതുല്യനായ മലയാളികളുടെയും മലയാളത്തിൻ്റെയും ഏറ്റവും വലിയ സ്വത്ത് അതാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എം ടിക്ക് സമാനമായി മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ മലയാളത്തിൽ കഴിയില്ല, കേരളത്തിൽ കഴിയില്ല. ഒരുപക്ഷെ യുവതലമുറയിൽപ്പെട്ടവർക്ക് എത്രത്തോളം വലുതായിരുന്നു എം ടിയുടെ സംഭാവന മലയാളത്തിന് എന്ന കാര്യം അറിയില്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരു കാലഘട്ടത്തിൽ എം ടി എഴുതുന്ന ഓരോ ചെറുതും വലുതുമായിട്ടുള്ള കഥകളും പുസ്തകങ്ങളും വായിക്കുകയും തുടർന്ന് അത് സിനിമയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് സിരകളിലേക്കും അള്ളിപ്പിടിക്കുകയും ചെയ്തിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ കഥകളിലൂടെ അവലോകനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എത്രയെത്ര നോവലുകളാണ് സിനിമകളായി മാറിയിട്ടുള്ളതെന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ ഇഴയെടുപ്പമുള്ള അദ്ദേഹവും സിനിമയും, അദ്ദേഹത്തിൻ്റെ നോവലും സിനിമയും തമ്മിലുള്ള ബന്ധം അഭേദ്യമായിട്ടുള്ളൊരു ഒന്നാണ്. കനത്ത നഷ്ടം. 91 വയസ്സെന്ന് പറയുന്നത് കേരളത്തിൽ അത്ര വലിയൊരു വയസ്സല്ല. ഇത്രയും പ്രശസ്തനും കേരളത്തിൽ ഒരു നൂറ്റാണ്ടിൽ, ഈ നൂറ്റാണ്ടിൽ നമുക്കെടുത്ത് പറയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സാഹിത്യകാരൻ, കഥാകാരൻ എന്നുള്ള നിലയിൽ ഒരു അതുപോലുള്ള ഒരാൾ ഇനി പിറക്കുക തന്നെ വേണം. നമുക്ക് അദ്ദേഹത്തിന് സമാനമായിട്ട് മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ പരിമിതമായ വായനയുടെ അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക നോവലുകളും ഒരു കാലഘട്ടത്തിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ വിചാരിക്കുന്നത് അതുപോലുള്ള ജീവിതത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശത്തിൻ്റെ, ഒരു നാടിൻ്റെ ആകെ കഥകൾ എഴുതാൻ കഴിയുന്ന ഇത്രയും വലിയൊരു സാഹിത്യകാരൻ ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടുപോയത് നമുക്കെല്ലാം വലിയ സങ്കടമായി. അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാളത്തിന്, മലയാളികൾക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായിട്ടുള്ള ദുഃഖവും, അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളെ കണ്ടു. അവരെ എനിക്ക് പണ്ടേ വളരെ പരിചയമുണ്ട്. അവരെ കണ്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അഗാധമായ ദുഃഖവും അനുശോചനവും ഞാൻ ഈ സന്ദർഭത്തിൽ എറണാകുളത്ത് വെച്ചാണ് പ്രിയപ്പെട്ട വാസുവേട്ടൻ എം ടിയെ ഒടുവിൽ കാണുന്നത്. അന്ന് മനോരഥങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ കഥകളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചിത്രങ്ങളുടെ അതിൻ്റെ Holy!